സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. നമുക്കിപ്പോൾ ചോറിനും കഞ്ഞിക്കൊക്കെ കറി ഉപ്പേരിയൊന്നും ഇല്ലാച്ചെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടിവിടെ കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ടും ചുവന്നുള്ളിയാണ്, ഇത്തിരി അധികം ചുവന്നുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരവും ആണ് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം മുളകൊന്ന് വറുത്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നമുക്ക് അരമുറി നാളികേരം തന്നെ വേണം, അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ. നല്ല എരിവുള്ള മുളകാണ്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചമ്മന്തിക്ക് പച്ച ഉള്ളി ആണല്ലോ അരയ്ക്കൽ, പച്ച നാളികേരം എല്ലാം പച്ചയ്ക്കാണല്ലോ അരയ്ക്കൽ. മുളക് മാത്രം നമ്മൾ ചുട്ടിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടോ അരയ്ക്കുമല്ലോ. ഇതെല്ലാം വറുത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതേപോലത്തെ ചമ്മന്തി തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരിയെടുത്തിട്ട് നമുക്കിനി നാളികേരം ഒന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ച് ദിവസം കേടുവരാതിരിക്കും കേട്ടോ ഈ ചമ്മന്തി. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാൻ നോക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് കറിവേപ്പില കുറച്ച് കുറവാണ്. ഞാൻ പിന്നെ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങലില്ല. ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കലാണ്. നമ്മൾ പുളിയും കൂടി അതിലിട്ട് കൊടുക്കാം. നാളികേരം നമുക്ക് വല്ലാതെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ നാളികേരം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വറുത്താൽ മതി കേട്ടോ. ഇനി അത് കോരിയെടുക്കാം. ഇനി ഇതെല്ലാതും കൂടിയിട്ട് മിക്സിയിൽ ഒറ്റ കറക്കിയാൽ മതി. വല്ലാതെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഉപ്പ് പിന്നെ ഒരു പാകത്തിന് അങ്ങോട്ട് ചേർത്താൽ മതി. ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഉപ്പുണ്ടോ എന്ന്. ഇല്ല വെച്ചെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായി പോവരുത്. അപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. അതിലിനി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയൊക്കെ അതിലുണ്ട്. സൂപ്പർ ടേസ്റ്റാണേ.